ഹൊസെ മൊറീനോയുടെ ഒരു കോട്ടുണ്ട്, ദർ ആർ മെനി പോയറ്റ്സ് ഇൻ ഫുട്ബോൾ ബട്ട് പോയറ്റ്സ് ഡോണ്ട് വിൻ മെനി ടൈറ്റിൽസ്. അതാണ് എനിക്ക് ഇന്നലെ ഉറുഗ്വേ പുറത്തായെന്ന് കേട്ടപ്പോഴത്തേക്കും തോന്നിയത്. എനിക്ക് വലിയ അതിശയമൊന്നുമില്ലായിരുന്നു. ഉറുഗ്വേയുടെ ഫസ്റ്റ് 2 കളി കണ്ടവർക്ക് ഇത് അതിശയമുള്ള കാര്യമൊന്നും അല്ലായിരിക്കും. ഞാൻ ഈ പറഞ്ഞ കോട്ട് എനിക്ക് ബിയൽസയുടെ കാര്യത്തിലാണ് തോന്നിയത്. ബിയൽസ ഇസ് എ വെരി ഗുഡ് ഫിലോസഫർ ഓഫ് ഫുട്ബോൾ. ഇൻഫാക്ട് ബിയൽസയുടെ ഒരുപാട് യൂട്യൂബിൽ തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുട്ബോളിനെ പറ്റി കുറേ പഠിക്കണമെന്നുണ്ടെങ്കിൽ, ഒരുപാട് ടാക്റ്റിക്കലി അവെയർ ആവണം, ടാക്റ്റിക്കലി ഫുട്ബോളിനെ ഒരുപാട് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ലൈക്ക് ബിയൽസയുടെ വീഡിയോസ് ഉണ്ട്. ബിയൽസ എന്നൊക്കെ പറയുന്നത് പെപ്പൊക്കെ ഗുരുവായിട്ട് കാണുന്ന ഒരു മനുഷ്യനാണ്. ഹീസ് എ വെരി ഗ്രേറ്റ് ഫിലോസഫർ. ബട്ട് പുള്ളിക്ക് ടൈറ്റിൽസ് ഒന്നും വിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല അധികം. സെക്കൻഡ് മാച്ചിലൊക്കെ ബ്ലണ്ടേഴ്സ് കാണിച്ച ഫെർണാണ്ടോ മുസ്ലിയേറ എന്ന് പറയുന്ന അവരുടെ വെറ്ററായിട്ടുള്ള ഗോൾ കീപ്പർ, ഹി ഹാവ് എ ബിഗ് ലെഗസി. അവൻ ഗലത്താസറയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. അവനെയൊക്കെ സ്റ്റിൽ 3rd ഗെയിമിലും സ്റ്റാർട്ട് ചെയ്യിക്കണമെങ്കിൽ ബിയൽസ, യു ആർ എ മാഡ് മാൻ. ഓഫ് കോഴ്സ് ബിയൽസയുടെ ഗെയിം സ്റ്റൈല് നമ്മളിപ്പോൾ ലീഡ്സിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഭയങ്കര ഹൈ ഇൻറ്റൻസിറ്റി ട്രെയിനിങ്സ് ആയിക്കോട്ടെ, ഗെയിം ആയിക്കോട്ടെ, എല്ലാം ഹൈ ഇൻറ്റൻസിറ്റിയാണ്. ആ ഒരു സാധനത്തിന് വില്ലിങ്നെസ് ഇല്ലാത്ത പ്ലെയേഴ്സാണ് കയ്യിൽ കിട്ടിയിരിക്കുന്നതെങ്കിൽ അത് വർക്കൗട്ട് ആവില്ല. ഒട്ടും പ്രാഗ്മാറ്റിക് അല്ലാത്തൊരു ഗെയിം സ്റ്റൈലാണത്. അപ്പം അങ്ങനെ ഒരു പ്രാഗ്മാറ്റിക് അല്ലാത്ത ഗെയിം സ്റ്റൈൽ വെച്ചിട്ട് ആ ഒരു സ്റ്റെല്ലാർ സ്പെയിൻ ടീമിൻ്റെ കൂടെ ജയിക്കാൻ പോയി കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടും. അത് മാത്രമല്ല, ഉറുഗ്വേ ടീമിനിടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ ന്യൂസ് ഇൻസൈഡ് റിപ്പോർട്ട്സ് ഒക്കെ ഉണ്ട്. അത് വാട്ട് എവർ ഇറ്റ് മേ ബി. സോ ഉറുഗ്വേ വാസ് നോട്ട് അറ്റ് ഓൾ ഡിസേർവിംഗ് ടു ബി ഗോയിങ് ടു റൗണ്ട് ഓഫ് 32 ഇൻ മൈ ഒപ്പീനിയൻ. ആ സൗദിയുടെ കൂടെ പോലും നിങ്ങൾക്ക് ജയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ദെൻ യു ഷുഡിൻ ഗോ. അത്രയും എനിക്ക് പറയാനുള്ളൂ. കേപ്പ് വെർഡെ അൺബീറ്റൺ ആയിട്ട് അടുത്ത റൗണ്ടിലേക്ക് പോയിട്ടുണ്ട്. സെക്കൻഡ് ഫിനിഷ് ചെയ്ത് തന്നെ ആരെയും ദ്രോഹിച്ചില്ല, ആരുടെ നിന്നും ദ്രോഹം വാങ്ങിയില്ല. സ്പെയിനെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ കൺവിൻസിങ് പെർഫോമൻസ് ഒന്നും അല്ലെങ്കിലും അവർക്ക് ഏറ്റവും ഹേർട്ട് ആവുന്നത് നിക്കോ വില്യംസും ഇറമി പിനോയും അവൈലബിൾ അല്ലായിരിക്കും ഇനിയുള്ള മാച്ചസിൽ എന്നുള്ളത് വലിയ പ്രശ്നമാണ്. ബട്ട് അലക്സ് ബയേന ഈസ് പെർഫോമിംഗ് ഡീസെൻറ്റ് ഇൻ ദ ലെഫ്റ്റ് വിങ് ആഫ്റ്റർ ദറ്റ് ചാൻസ് ദാറ്റ് ഹി ഗോട്ട് ഇൻ ദ സെക്കൻഡ് ഗെയിം. അപ്പോൾ ആ ഗ്രൂപ്പിൽ നിന്ന് ഒരു 3rd പ്ലേസ് ഉണ്ടാവില്ല. കാര്യം 3rd പ്ലേസ്ഡ് ആയിട്ടുള്ളതിൽ ഏറ്റവും പോയിന്റ്സ് കുറവുള്ള ടീം എനിക്ക് തോന്നുന്നു ഉറുഗ്വേ ആയിരിക്കും എന്ന് തോന്നുന്നു ഇപ്പോൾ ആസ് തിങ്സ് സ്റ്റാൻഡ്. അവിടെ മറ്റൊരു ഗ്രൂപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ബെൽജിയം തിരിച്ചു വന്നിട്ടുണ്ട്. ബെൽജിയത്തിൻ്റെ ഫസ്റ്റ് 2 കളികൾ ഞാൻ കണ്ടതാണ്. ബെൽജിയം ഡിഡ്ന്റ് ഈവൻ ലുക്ക് നോവെയർ നിയർ വാട്ട് ദെയർ ക്വാളിറ്റി ഈസ്. പക്ഷേ ലൈക്ക് അവർ ന്യൂസിലൻഡാണ്, അതും കൂടെ ലൈക്ക് ന്യൂസിലൻഡ് അത്ര വലിയ സ്ക്വാഡൊന്നും അല്ല. അപ്പം ന്യൂസിലൻഡിനെ തോപ്പിച്ച് 5-1 കൺവിൻസിംഗ്ലി പൊട്ടിച്ച് ഗോൾ ഡിഫറൻസിനും എല്ലാം കൊണ്ടും ദേ ആർ ദ ഗ്രൂപ്പ് ചാമ്പ്യൻസ്. ഈജിപ്റ്റ് ഇറാൻ 1-1 തീർന്നു. ഇറാൻ ലാസ്റ്റ് ഒരു ഗോൾ അടിച്ചാണ് പാവം, ഒരു മൈന്യൂട്ട് ഓഫ് സൈഡൊക്കെ ആയിപ്പോയി പാവം. അതൊക്കെ എനിക്കറിയില്ല, റൂളാണ്, പക്ഷേ എന്താ മൈന്യൂട്ട് ഒരു ഓഫ് സൈഡിൽ പാവം അവർ നല്ല സെലിബ്രേഷൻ ആയിരുന്നു. അവർ ത്രൂ കയറി എന്നുള്ള രീതിയിലാണ്. ഇനിയിപ്പം ഇറാന് വെയിറ്റ് ചെയ്യേണ്ടി വരും, അതാണ് പ്രശ്നം. അവർ 3 ഡ്രോ ആയിട്ട് ഗോൾ ഡിഫറൻസ് 0 ആയിട്ട് 3 പോയിന്റിലുണ്ട്. അവർക്ക് ഇനി വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ഇത്. എന്തായാലും ബെൽജിയം ആസ് വെൽ ആസ് ഈജിപ്റ്റ് ക്വാളിഫൈ ചെയ്തു. സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഫോളോ ഫോർ